ഹലോ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. അതായത് രാവിലത്തെ ഈ തിരക്ക് പിടിച്ച നേരത്തെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ്. അതായത് ദോശയും സാമ്പാറും ആണ്, വേറെ ഒന്നുമല്ല. ദോശയാകുമ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ അരച്ചൊക്കെ വെക്കുമല്ലോ. ഇതിപ്പോ 2 ഗ്ലാസ് പച്ചരിക്ക് ഒരു 1/4 ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ടായിരുന്നു. അതും പിന്നെ 1 ടീസ്പൂൺ ഉലുവയും കൂടി നന്നായിട്ട് കഴുകി ഒരു 6 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. എന്നിട്ട് അത് നമ്മൾ അരച്ചെടുക്കുക കേട്ടോ. മിക്സിയുടെ ജാറിലിട്ട് അരച്ച് നമ്മൾ ലാസ്റ്റ് ഒരു 1/2 കപ്പ് ചോറും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ അരയ്ക്കുന്ന ടൈമിൽ ഉപ്പിട്ടില്ല, പക്ഷെ അരച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രാവിലെ ആയപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞാൻ കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ട് കുറച്ച് നേരം കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കും. ഇനി ആ സമയം കൊണ്ട് ഞാനിവിടെ സാമ്പാർ റെഡിയാക്കുന്നുണ്ട്. സാമ്പാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന അത്രയും കഷ്ണങ്ങൾ: വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, തക്കാളി. പിന്നെ ആ കൂട്ടത്തിൽ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ചുവന്നുള്ളി എടുത്തു, അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ. പിന്നെ പരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പീസ് പരിപ്പ് ഒരു 1/2 ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പരിപ്പ് കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിയിട്ടാൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ഇടുന്നുണ്ട്. അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങൾ ഒരു എന്താ പറയാ, അധികം ഒന്നും ഇടണ്ട, ഒരു 1/2 ടീസ്പൂൺ വെച്ച് ഇട്ടാൽ മതി. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മതി കേട്ടോ. പിന്നെ സാമ്പാർ പൊടി ഇടുന്നത് ഒരു ടേബിൾ സ്പൂൺ നിറയെ സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് വേഗം വെച്ച് ഒരു 2-3 വിസിലടിച്ചതാ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയപ്പോഴത്തേക്കും അതൊന്നും കൂടി സ്റ്റൗവിൽ വെച്ച് തിളച്ച് വരുമ്പോൾ നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. വാളംപുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ച് നമുക്ക് സാമ്പാർ എന്തോരം വേണോ അതിനനുസരിച്ച് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് തിളക്കാൻ വെക്കാം. നന്നായിട്ട് തിളച്ച് തരണം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം കേട്ടോ. നമ്മൾ ദോശമാവ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ഇതുപോലെ എങ്ങനെയാണോ വേണ്ട അതുപോലെ ചുട്ടെടുക്കാം. വലിയ ദോശ ഉണ്ടാക്കിയിട്ട് ക്രിസ്പി ആക്കി എടുക്കുന്ന ചിലവരുണ്ടാവും. അതുപോലെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ചെറിയ ദോശയാണെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ. ഇതിപ്പോ ഞാൻ ഈ ഒരു സൈസിൽ എടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് മുരിഞ്ഞു പോയാൽ എനിക്ക് ഇന്ന് ലഞ്ച് ബോക്സിൽ ഇതാണ് കൊടുത്തു വിടേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഒരു കട്ടിക്ക് തന്നെ എടുക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ലഞ്ച് ബോക്സിൽ വെക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. മുരിഞ്ഞ ദോശ ആണെങ്കിൽ ചിലപ്പോൾ ഉച്ച ടൈം ആകുമ്പോൾ അത് ഒന്നുകൂടി ഹാർഡായി പോകും. അപ്പൊ ദോശയും റെഡിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ സാമ്പാറിന്റെ ഇതിലോട്ട് പോവാം. സാമ്പാർ നന്നായിട്ട് തിളച്ച് പുളിവെള്ളമൊക്കെ ഒഴിച്ച് തിളച്ച് വന്നിട്ടുണ്ടല്ലോ. ഇനി അതിലേക്ക് കുറച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ശർക്കര ഒരു ചെറിയ കട്ട ഇട്ട് കൊടുത്താലും, കാരണം ആ ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയാട്ടോ നമ്മൾ ഇതുപോലെ മധുരം ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ പഞ്ചസാരയെക്കാളും കൂടുതൽ നല്ലത് ശർക്കര തന്നെയാട്ടോ. അപ്പൊ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ട് ഇനി വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് താളിച്ചിട്ട് അതിലേക്ക് കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്രാഹ്മൺസിന്റെ സാമ്പാർ പൊടിയാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൂടെ ചേർത്തിട്ട് നമ്മൾ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുക്കർ ഒന്നുകൂടെ അടച്ചു വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം നമ്മൾ കുക്കർ തുറന്നാൽ മതി. നമ്മൾ എടുക്കുന്ന സമയമാകുമ്പോൾ തുറന്നാൽ മതി കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ആട്ടോ. അത് സിമ്പിൾ ആയിട്ട് റെഡിയാക്കാൻ പറ്റും. ബാച്ചിലേഴ്സിനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആട്ടോ ഈ സാമ്പാർ. അതുപോലെ ദോശയ്ക്ക് നല്ല കോംബോ ആണ്. എന്റെ വീട്ടിൽ കുട്ടികൾക്ക് കൂടുതലും ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ സാമ്പാർ തന്നെയാട്ടോ ഇഷ്ടം. ചമ്മന്തി അത്ര അങ്ങോട്ട് പോവില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാൻ പാടില്ലാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കൂട്ടോ. നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ്. താങ്ക് യു.